ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. പരശുരാമനാൽ നിർമ്മിതമായ 108 ശിവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഉത്സവ സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ 4-5 തവണയോളം എത്തിയിട്ടുണ്ടെങ്കിലും തൊഴാനായിട്ട് അപൂർവമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 ഭാവങ്ങളിലായാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു. രാവിലെ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ച കിരാതമൂർത്തിയായും വൈകിട്ട് അഘോരമൂർത്തിയായും ആണ് ഭഗവാൻ ഇവിടെ കാണുന്നതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് ഐതിഹ്യപരമായി പറയപ്പെടുന്നത് രാവണ സഹോദരനായ ഖരൻ ശിവഭഗവാനെ തപസ് ചെയ്ത് തപസ്സിൻ്റെ ഫലമായി ശിവഭഗവാൻ ഹരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഖരൻ ഒരു വിഗ്രഹം വലത് കൈയിലും ഒരു വിഗ്രഹം ഇടത് കൈയിലും ഒരു വിഗ്രഹം കടിച്ചു പിടിച്ചും വന്ന് വൈക്കത്ത് വരികയും വൈക്കത്ത് ശിവലിംഗങ്ങൾ ഇറക്കി വയ്ക്കുകയും ചെയ്തു. തുടർന്ന് യാത്രയാകാൻ തുടങ്ങിയപ്പോൾ വിഗ്രഹം അവിടെ ഉറച്ചതായി കാണപ്പെട്ടു. ഹരൻ്റെ വലത് കൈയിലുണ്ടായിരുന്ന വിഗ്രഹം വൈക്കത്ത് പ്രതിഷ്ഠിക്കുകയും തുടർന്നുള്ള പ്രതിഷ്ഠാ ചടങ്ങുകൾ വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. വ്യാഘ്രപാദ മഹർഷി അത് ഏറ്റുമാനൂർ കടിച്ചു പിടിച്ചിരുന്ന വിഗ്രഹം കടുത്തുരുത്തിയിലും സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായി ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മറ്റുള്ളവരിൽ പറഞ്ഞുള്ള അറിവും കേട്ടറിവുകളുമാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ വലിയ വലിക്കല്ലിൽ പുരയുടെ അവിടെ ഇരിക്കുന്ന വലിയ കെടാവിളക്ക് അത് നിരവധി വർഷങ്ങളായി കെടാതെ ഇരിക്കുന്ന വിളക്കാണെന്നാണ് പറഞ്ഞത്. ഏകദേശം 400 വർഷത്തോളം അത് കെടുത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയായി കാണുന്നത് അവിടുത്തെ ചുവർ ചിത്രങ്ങളാണ്. നാലമ്പലത്തിനുള്ളിൽ ഇഷ്ടം പോലെ ചുവർ ചിത്രങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ നമുക്ക് അത് എടുക്കാനൊന്നും സാധിക്കില്ല. പിന്നെ നിരവധി ഭക്തജനങ്ങൾ ഏറ്റുമാനൂരപ്പനെ തൊഴാനും വളരെ കഷ്ടതകൾ മാറുന്നതിനും രോഗശമനങ്ങൾക്കുമായി നിരവധി ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചെന്ന ദിവസം തന്നെ അവിടെ അടിമയിരുത്തൽ അങ്ങനെ ഒരു വഴിപാടുണ്ട്. ആ വഴിപാട് കഴിക്കാൻ ആളുണ്ടായിരുന്നു. അതിൻ്റെ ചടങ്ങിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് എനിക്കറിയാം. അവിടെ അടിമയിരുത്തുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ടെന്നറിയാം. കൊടിമരച്ചുവട്ടി ഇരുത്തുക ആണ് അതിൻ്റെ ചടങ്ങ്. അടിമയിരുത്തലാണെന്നാണ് ഞാൻ കണ്ടപ്പോൾ ഉള്ള ഇത് തോന്നിയതാണ്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. തിരുമേനി വന്ന് ഏതാണ്ട് പ്രസാദമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ എനിക്ക് ക്ഷേത്രത്തെ പറ്റി അറിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു നന്ദികേശനുണ്ട്. നന്ദികേശൻ ഇവിടെ വന്നിട്ട് 5 വർഷമായെന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലെ ഉത്സവമാണ്. കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ്. പിന്നെ ധനുമാസത്തിലെ തിരുവാതിരയും ശിവരാത്രിയും എല്ലാം ഇവിടെ പ്രധാനപ്പെട്ടതാണ്.
പിന്നെ ഉത്സവത്തിൻ്റെ 8-ാം ദിവസം നടക്കുന്ന ഏഴര പൊന്നാന എഴുന്നള്ളത്ത് വളരെ പ്രശസ്തി ആർജിച്ച ഒന്നാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഏഴര പൊന്നാന ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങൾ ഏറ്റുമാനൂരിൽ എത്താറുണ്ട്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ദക്ഷിണാമൂർത്തി, ഗണപതി, ശാസ്താവ്, യക്ഷിയമ്മ, ഭഗവതി, നാഗദൈവങ്ങൾ എന്നീ ഉപദേവാലയങ്ങളും ഇവിടെയുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ നന്ദികേശനെക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. നന്ദികേശൻ ഇവിടെ വന്നിട്ട് 5 വർഷമാകുന്നു. ഏതോ ഒരു ഭക്തൻ നടക്കിയിരുത്തിയതാണ് ഈ നന്ദികേശനെ. പുരാണങ്ങളിൽ പറയുന്ന നന്ദികേശൻ്റെ കൊമ്പുകൾക്ക് സമാനമായ രീതിയിലാണ് ഇവിടുത്തെ നന്ദികേശൻ്റെ കൊമ്പുകൾ. വളരെ ലക്ഷണമാർന്ന കൊമ്പുകളാണ് ഇവിടുത്തെ നന്ദികേശന് ഉള്ളതെന്ന് പറയപ്പെടുന്നു. അതുപോലെ രാവിലെ 7:30 മണിക്കത്തെ ശീവേലിക്കും വൈകിട്ടത്തെ ദീപാരാധനയ്ക്കും നന്ദികേശൻ ഭഗവാന്റെ അകമ്പടി സേവിക്കുന്നതായി ആണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എല്ലാ ദിവസവും വന്നാൽ 7:30 മണിക്കും വൈകിട്ടത്തെ ദീപാരാധനയ്ക്കും വന്നാൽ നന്ദികേശനെ ആ രൂപത്തിൽ കാണാൻ പറ്റുമെന്നാണ്. അതായത് ഉടയാടയൊക്കെ ചാർത്തി ആ രൂപത്തിൽ കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. ഇവിടെ എല്ലാ ദിവസവും അങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വലിയ ആൽവൃക്ഷത്തിന് ചുറ്റും ഭക്തർ വലം വയ്ക്കുന്നതാണ്. നിരവധി ഭക്തജനങ്ങൾ വന്ന് ഈ ആൽവൃക്ഷത്തിന് ചുറ്റുമായി വലം വയ്ക്കാറുണ്ട്. അവർ വലം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആലിലയിൽ കല്ലുകൾ എടുത്ത് ആൽത്തറയിൽ വയ്ക്കുന്നത് കാണാൻ പറ്റി. ഒരു ഭക്തനോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിശ്ചിത എണ്ണമൊന്നുമില്ല. കല്ലുകൾ ആലിലയിൽ എടുത്ത് ആൽത്തറയിൽ വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിരവധി കല്ലുകൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. പലരും പല എണ്ണത്തിലാണ് വെച്ചിരിക്കുന്നത് കല്ലുകൾ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. പിന്നെ ഇത്രയൊക്കെ എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായി അറിയുള്ളൂ. പിന്നീട് ഒരിക്കൽ നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.